അണ്ണന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി അതാ. ഞാനാണ് മെന്റലി കുറച്ച് വീക്ക് ആയിട്ടൂടെ ഇരിക്കുവായിരുന്നു സാർ. അപ്പൊ ശരിയാ. എന്റെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരുമാണ്. ഇവർ ഇമോഷണൽ സപ്പോർട്ട് അല്ല, ഇമോഷണൽ ഡാമേജ് അത് സത്യമല്ലേ. മാസ്ക് ഇല്ലാലോ. കണ്ണാടിയും മറ്റേ തലയിലെ ഇവര് ഞാൻ എന്ത് പറഞ്ഞു. ഇതാ ടിവിയുടെ വണ്ടി അങ്ങോട്ട് പോയതാരാ? മുച്ചിരി വാ കേറ് കേറ് ഇത് കേറ്. അവനില്ല, ഇവനെ തലയിലെടുത്ത് കയറ്റി നീ. ഇതെന്താ കാന്താരായതിന്ന്. സൂപ്പർ. കേറ് 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 കേറ്. എടാ മുച്ചിരി, ടർഫ് കോളിങ് എവിടെ നടക്കുന്നെന്ന് അറിയോ നിനക്ക്? ഹലോ, അറിയില്ല. എന്റെ തോളത്ത് കയറലടാ. ഹലോ, അത് ഞാൻ ലോയൽറ്റി പോയിന്റ് ചെക്ക് ചെയ്യാൻ വിളിച്ചത്. ബ്രോ ഈ ടർഫ് കോളിങ് എവിടെയാ നടക്കുന്നതെന്ന് അറിയോ? കിട്ടിയില്ലേ? ഹലോ ബ്രോ കേക്കോ? ഹലോ, ടർഫ് കോളിങ് എവിടെയാ നടക്കുന്നതെന്ന് അറിയോ? നേരത്തെ നടന്നെടുത്ത് തന്നെയാന്നാണ് പറഞ്ഞത്. അതെവിടെയാണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം നടന്നെടുത്ത് തന്നെ. അതറിഞ്ഞൂടാ. നമ്മള് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇടാൻ വലിയ പാടാണ്. വിളിച്ചാൻ കഴിയില്ലേ? പിന്നെ മിസ്റ്റർ എക്സ് നമ്മുടെ ആളല്ലേ? ആ നമ്മളെ നമുക്കറിയാം, ടച്ച് ഉണ്ട്. മിസ്റ്റർ നമ്പർ വിളിച്ചോ. 2232. അതിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ആണല്ലേ? ഞാൻ ഗ്യാങ് ഡ്രസ് പെട്ടെന്ന് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇടാൻ എത്ര സമയം വേണം? ഇത് നോക്കിയോ, മൈ ഔട്ട്ഫിറ്റ് കഴിഞ്ഞു. ന്യൂ ബാഗ്, ഫൈനൽ ബാഗ്. എന്തോ മച്ചു ഈസി. ഇത് ഹലോ ഹലോ കേക്കാവോ? കേക്കാം ബ്രോ പറഞ്ഞോ. മറ്റേ ടർഫ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് ലോയൽറ്റി പോയിന്റ് വാങ്ങിച്ചാൽ മതി. അവിടെ തന്നെ ബോട്ട് ഉണ്ട്. ആണോ? ഓക്കെ. എവിടെയാ പോണ്ടേ? ലൊക്കേഷൻ എവിടെയാന്ന് അറിയോ? ലൊക്കേഷൻ മിസ്റ്റേക്സ് പറഞ്ഞിട്ടില്ല. നമ്മളെ കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ടാ. എത്ര? 9395. ഓക്കെ, താങ്ക് യു. ഡാർക്ക് ചാറ്റിൽ മെസ്സേജ് വന്നല്ലോ. അടിച്ചിന്റെ 8 പല്ലി ഞാൻ തിരിക്കുകയാണ്. പോയിട്ട് വരാവേ. ഇതാരാ? എടാ ഞങ്ങള് ടർഫ് ഓപ്ഷന് പോയിട്ട് വരാവേ. എന്റെ അച്ഛൻ കാണാണ്ടായിക്കോട്ടെ, അവിടെ പോയിട്ട് നോക്ക്. നമുക്ക് എങ്ങനെ റേഞ്ച് അന്തേടല്ലേ? ഗോലീഡർ ഇല്ലല്ലോ നമ്മള് കൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട്. നിങ്ങൾ വെളിയിൽ സൈഡിൽ മാറി നിന്നാ മതി. ഞാൻ പെട്ടെന്ന് വിളിച്ചു. ആകെ 28 പോയിന്റേ ഉള്ളു. വിളിച്ചിട്ട് പെട്ടെന്ന് വരാം. അല്ല, എന്ത് 28 പോയിന്റ് എന്ത് വിളിച്ചാ കിട്ടുവാണ്? ദൈവം പറഞ്ഞിട്ടില്ലേ എന്താ ടർഫ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് ലോയൽ പോയിന്റ് മേടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെ ഇത് കഴിയുന്നതിന് മുമ്പ് മേടിച്ചിട്ടാണ് അതോട്ട് കയറ്. അപ്പൊ അപ്പഴല്ലേ വിളിക്കുന്നേ. ലോയൽറ്റി പോയിന്റ് എന്താ നമുക്കില്ലാത്ത? നമ്മ 24 മണിക്ക് സിറ്റിയിലുണ്ടാവുന്നല്ല. ജുഗുറല്ലേ 24 മണിക്കോ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ട് പോകണല്ലേ? ലോയൽറ്റി പോയിന്റ് കുറവ് എല്ലാരും ഉണ്ടാകുന്നല്ലോ. ഞാനൊക്കെ ഇപ്പൊ സിറ്റി 27 അടിക്കാറുണ്ടല്ലോ. ഞാനും. അത് ശരിയാണല്ലോ. ലോയൽറ്റി പോയിന്റ് എന്താ കുറവ്? വരാൻ പറ്റത്തില്ല. അങ്ങനല്ലടാ മണ്ട. നമ്മുടെ പോയിന്റ് റെഡീം ചെയ്ത് കാർഡ് വാങ്ങിക്കാൻ പറ്റും. ആ കാർഡാണ് അവർക്ക് കൊടുക്കേണ്ടത്, മനസ്സിലായ? അതായത് നമുക്കിപ്പോ 28 കാർഡിനുള്ള പോയിന്റേ ഉള്ളൂ. എടാ ഈ ചന്ദ്രൻ പുണ്ടയില്ലേ, അവനെ ഞാൻ ഉറപ്പായിട്ട് എടുത്ത് കളയും. ഈവൻ ടീം കില്ല് ചെയ്താണ് നമ്മുടെ അന്നെ കത്തിച്ചിട്ടണ്ണ ഗണ്ണെടുക്കാൻ പോയി. എന്നെ കത്തിച്ച് എന്റെ പൈസ പോയി, എല്ലാം പോയി. അന്നെ വെടി വെച്ചിട്ട് കൊല്ലു, കത്തിക്കൂ. നിന്റെ കാര്യം എക്സംഷനാ, അത് നിന്റെ കുണത്തിനാ. അല്ല, ഞാൻ അന്ന് പറഞ്ഞ എന്നെ ഹോസ്റ്റ് എടുത്ത് വെറുതെ പറഞ്ഞു, എല്ലാം കൂട്ടാൻ വരൂല. അതിനോട്ട് ഞാൻ പറഞ്ഞു ഹോസ്റ്റ് എടുത്തത്. എന്നെ വന്നിട്ട് നേരെ വന്നിട്ട് കൊന്നു. പിന്നെ മാർക്ക് ചെയ്ത കണ്ടില്ലേ? ബോളൻ എന്നെ ഇറങ്ങിയവര് അല്ല ഇവിടെ VC പറഞ്ഞ ആർപ്പി കളിക്കുന്നേ ആണോ? എന്ത് VC ലോഡ് ചെയ്താല് കത്ത് ഞാൻ ഡിസ്കോഡ് ലോഡ് ചെയ്യാൻ പാടില്ല. ഭയങ്കര ലാഗ് അടിക്കും.
നീ എന്തൊക്കെയാ പറയണേ? എന്താണ് അത് ഈ പിച്ചും പേ പറഞ്ഞേ? ആ വെറുതെ പറഞ്ഞ ഇല്ല മോന്റെ തന്തക്കൂലി ഞാൻ കേക്കണ്ടേ എന്നാ അതിനോണ്ട് ഞാൻ പറഞ്ഞ വെറുതെ വീസി വിടുന്നു കളിച്ചേന്ന്. ഓ അങ്ങനെ ഞാൻ അത്ര ചിന്തിച്ചില്ല. ലെഫ്റ്റ് ഇതുവഴി ഇറങ്ങാം. ആണോ? ഓക്കെ. എന്തിനാ അവന്മാരെ അവിടെ ചോദിച്ചത്? നിനക്ക് ഈ മിസ്റ്റർ എക്സിനെ തരത്തി കിട്ടിയ അങ്ങ് പിടിച്ചങ്ങ് അടിക്കണോടാ. ആണോ? അല്ല നമ്മളെ ഗ്യാങ് ഒന്ന് പുറത്താക്കൂ. ഗ്യാങ് ഇതാക്കൂലേ നമ്മളെ തല്ലിയെന്ന് അറിയാൻ പാടില്ല. നമ്മളെ ഇരുട്ടടി കൊടുക്കണം, മനസ്സിലായോ? ഇരുട്ടടി കൊടുക്കണം. പുറകിൽ ഇന്ന് തന്നെ റെഡിയാക്കാൻ വേണം. കെടുത്തേ പറഞ്ഞാണോ? അണ്ണ ഒന്ന് ആഞ്ഞു പിടിച്ച് ഇന്ന് തന്നെ റെഡിയാക്കാം നമുക്ക്. ഇത് എവിടെയാ? ഇതിനപ്പുറം പോണോ? അതിനപ്പുറം ഇവിടെ ഹെലികോപ്റ്റർ കിടക്കുന്നു, കൊറേ ഗ്യാങ് വന്നിരിക്കുന്നത്. ഗ്യാങ് വണ്ടിയിൽ പറഞ്ഞോന്നുണ്ടാ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അയ്യോ കത്തുന്നു. അങ്ങനൊന്നുമില്ല. അതോ മറ്റേ സ്കൂട്ടറിലൊക്കെ വന്നവരുണ്ട്. എന്തിനാണോ ഇങ്ങനൊക്കെ? നമ്മൾ അന്നത്തായിട്ട് ഒത്തിരി ഇലക്ട്രിക് ഞാൻ ലോക്ക് ചെയ്യട്ടെ ഒരു മിനിറ്റ്. എല്ല് ഓ ഓ ശരിയണ്ണ. അല്ല ഞാൻ പറഞ്ഞ അണ്ണാ ചിരണ്ണനെ പറഞ്ഞ പോലെ അന്ന ആക്റ്റീവ് ഇല്ലാലോ അതാ. ക്യാൻ മേടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ എനിക്ക് ഇതൊന്നും അറിയാൻ കഴിയില്ല, മനസ്സിലായോ? ഓ എല്ല് ഒക്കെ അറിയാം കൊറേ. സ്ലോ മോഷനിൽ പോണ ഗാങ്സ്റ്റർ സ്വാഗ് സ്വാഗ് അത് എത്തുമ്പോഴത്തേക്ക് 2 വർഷം കഴിയും. ഓപ്ഷനെ കഴിയും. ഒരു ഐലൻഡ് ഉണ്ട്, ആ ഐലൻഡിന്റെ അവിടെ ആണ്. ഹലോ ഹലോ, ഓപ്ഷൻ കഴിഞ്ഞായിരുന്നോ? ഇല്ല തുടങ്ങുന്നത്. ഇതില് ആരൊക്കെയാണ് സാറേ വന്നിരിക്കുന്നത്? ഞാൻ ലീഡറാണ്. ഇത് നമ്മുടെ ഗാർഡിയൻ ആണ്. രണ്ടുപേരും വന്നിട്ടില്ല. ഞാൻ സാറിനോട് ചോദിച്ചിട്ടേ. ഓക്കെ, ഗാർഡിയനെ കേറ്റാൻ പറ്റുന്നു. മുച്ചിരി ഉണ്ട് പറഞ്ഞാ മതി. അത് കേട്ടില്ല. സാറേ നമ്മ ഒന്നും ചെയ്യില്ലല്ലോ സാറേ. ഇയാള് ഉണ്ടാണ്ട് കബായി ചെയ്യണതല്ല ഇവിടെ ഇപ്പൊ ഓപ്ഷനില് നമുക്ക് അവർക്കൊരു പോളിസി ഇല്ലേ മുച്ചിരി? പോലീസ് പോലീസിലടാ പോളിസി. പോലീസ് ഉണ്ട്. അത് ശരിയാ. ക്ഷമിക്കണം സാറേ. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? പറ്റൂല. ഇതാരാണ് സാറിന്റെ പേരെന്താണ്? അണ്ണന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി. അതാ നന്ദിയുണ്ടേ. നന്ദിയുണ്ട്. എനിക്ക് ഒരു മിനിറ്റ്, ഒന്ന് രണ്ടുപേരും ഒന്ന് വന്നേ. എന്നാ പറയാ? പെർമിഷൻ ഒക്കെ എടുത്ത് അവരെ അകത്ത് കയറ്റത്. വാ തുറന്ന വായിക്കാത്ത ഉപ്പുവെള്ളം ഒഴിക്കും ഞാൻ. വിസ്പർ എന്താ? മാസ്ക് ഇല്ലാലോ. കണ്ണാടിയും മറ്റേ തലയിലെ മനുഷ്യനെ പോലെ നടക്കണം അതൊക്കെ. അല്ല എന്റെ അടുത്ത് പറഞ്ഞില്ല, അവന്റെ അടുത്താ പറഞ്ഞത്. ഞാൻ പിന്നെ സുന്ദരനല്ലേ. പിന്നെ വെപ്പൺസ് ഉണ്ടെങ്കിൽ അത് ഹോട്ട് ബാറിൽ നിന്ന് മാറ്റിയേക്കണേ. ബ്ലാക്ക് മണി മാറ്റണം. വെപ്പൺസ് എന്തെങ്കിലും ബ്ലാക്ക് മണി ഒന്നും മാറ്റണ്ട. ഇത്ര നേരം ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലോ. അത് ശരി. ഇതെന്താ ഇത്? ഹലോ, ഇത് പണിയെടുക്കുന്ന ഞാൻ പണിയെടുക്കുന്നുണ്ട്. മെയിൻ ആളുടെ കല്ലറ കല്ലറല്ല, സാർ തേനീച്ച പറക്കുന്ന ആണില്ല. ഇല്ലേ ഇല്ല. ഞാൻ അറിയാതെ എടുത്തോ. കണ്ണാപ്പിയ വെച്ചേ? അല്ലല്ല, അത് അവിടെ ആരോ പഠിച്ച് കടിച്ചേട്ടാ തേനീച്ച. ഈ സാറിന്റെ കണ്ണ് ആരും ഇല്ലല്ലോ ഇവിടെ. ഇതെന്താ മരിച്ച വീടാ? എന്താ തേനീച്ച? മരിച്ച വീട്ടിൽ ഒരുപാട് പേരുണ്ടാവൂലേ? അത് ശരിയാണല്ലോ. അതെ. ഹലോ സാറേ പറയൂ. ദൈവം പറയൂ. കൺസൈൻമെന്റ് ഇത് ടർഫ് കോള് മറ്റേ ലീഡറും കോ ലീഡറും മാത്രമേ പറ്റൂ. അല്ല, നമ്മൾ അവരുടെ ചോദിച്ചു പെർമിഷൻ എടുത്തായിരുന്നു.
നമ്മള് ബാക്കിയുള്ള ഗ്യാങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ആൾക്കാർ ഇതുപോലെ വന്ന് ചോദിച്ച സമയത്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ക്യൂ കാരണം കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ ബാക്കിയുള്ളവരോട് അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. സോ അത് പിന്നെ ഒരു പ്രശ്നമായി മാറും. ഞങ്ങളിവിടെ മിസ്റ്റർ എക്സിന്റെ പെർമിഷൻ ഞാൻ ചോദിച്ചു നോക്കട്ടെ, കാരണം വെച്ചാൽ നമ്മളിപ്പോ ഓൾറെഡി 2 പേരെ കയറാൻ പറ്റില്ല എന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ല നമ്മ സോഫയിൽ ഇരിക്കൂല, നിലത്തിരിക്കാം. അതിപ്പോ എവിടെ ഇരുന്നാലും നമ്മൾ നിലത്തിരിക്കണം. ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കുമാരെ. മാനേജ്മെന്റ് ആരാ? ഹലോ, കെ സാർ ഉണ്ട് ഇവിടെ. സാറാണ് പെർമിഷൻ തന്നത് നിങ്ങൾക്ക്. അവര് പറയുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യണം. അവിടെ 3 പേര് അവര്, എനിക്ക് തോന്നുന്നു ലീഡർ 2 എല്ലാരും ആക്റ്റീവാ നമ്മളെ പോലെ. ചന്ദ്രു ആണ് ഡിലേ. ചോദിക്കട്ടെ, അത് ഞാൻ വൈകുന്നേരം കാക്കനാട് പോയപ്പോ അവിടെ ഏതോ ഒരുതിന്റെ കൂടെ കിടന്ന് കറങ്ങണ്. കാരണം ഞാൻ ചോദിക്കുന്നേ ഓന്റെ ഹലോ സാർ, ആക്ച്വലി നമുക്ക് 2 കോ ലീഡർമാരായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഒരാളെ ഭാര്യ തല്ലിക്കൊന്നു, ഒരാളെ 2-3 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. നമ്മൾ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പൊ ഞാനാണെങ്കിൽ മെന്റലി കുറച്ച് വീക്ക് ആയിട്ടൂടെ ഇരിക്കുവായിരുന്നു സാർ. അപ്പൊ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ എന്റെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവര് 2 പേരുമാണ്. ഇവരാണ് ഇടതും വലതായിട്ട് നിന്ന് 2 ദിവസമായിട്ട് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് കുത്തുന്ന കൊറേ ആൾക്കാരുണ്ടാവും. ഈ മുഖത്ത് നോക്കിയാൽ തോന്നുന്നു സപ്പോർട്ട്. അതന്നെ. അതെ സാർ, ഇവര് 2 പേരുമാണ്. അതായത് നമ്മള് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ ക്ലൗൺസിനെ കാണുമ്പോ ഒരു സന്തോഷം വരൂലേ. ആ ഒരു ഇതാണ് എനിക്ക് ഇത് വരുന്നത്. 2 പേരെ നോക്കിയ സാർ മുഖമൊക്കെ കണ്ട. വെള്ളം തരുവാ? വളരെ നന്ദിയുണ്ട് സാറേ, നിങ്ങളെ ഈ ഉപകാരം നമ്മൾ ആയിട്ട് ചെയ്യണം. അല്ലാതെ മറ്റേ എല്ലാത്തിലും കേറിട്ടതല്ലേ. RP പറഞ്ഞില്ലേ, കണ്ട ഞാൻ മെന്റലി ഡൗൺ ആണ്, എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം, എനിക്ക് 2 പേര് കൂടെ വേണം, അത്രേ ഉള്ളൂ. നമ്മളിൽ എന്തും പകണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ. ഇതൊക്കെ RP ഫേവറിസം പറയും. എന്റെ സെർവറാടാ എന്റെ. റീൽസ് ഒക്കെ കാണുന്ന റീൽസ് കാണുന്നത്. ഇത് സൗണ്ട് വെക്കുന്നേ റീൽസ് എന്തല്ലേ നമ്മള് വെറുതെ അലമ്പുന്നുണ്ടാക്കരുത്. സോഫയിലിരിക്കുന്നേ ഇത് പ്രശ്നമാണ്. എന്ത് പ്രശ്നമാവാനാ പറഞ്ഞത്? എന്ത് പ്രശ്നമാവാൻ? ഞാൻ RP ആയിട്ടാ ചെയ്ത. അമ്മമാര് RP ആയിട്ട് ചെയ്തെന്തെങ്കിലുമൊക്കെ പറ. അഡ്മിൻസിന്റെ അടുത്ത് അവര് ഓസിയ സംസാരിക്കണം. അവർക്ക് കയറാം, ഇവർക്ക് കയറാം. ഞാൻ അഡ്മിന്റെ അടുത്തല്ല, ഞാൻ ഇവിടെ മിസ്റ്റർ എക്സ് ആയിട്ട് ചെയ്യണ സാധനമാണ്. മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യം ബോധിപ്പിച്ച് അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞെടുത്ത് പിന്നെ വേറെ ആർക്കാ പ്രശ്നം ഇവിടെ? അങ്ങനെ അത്രയ്ക്ക് ഇതുള്ളവന്മാർക്ക് സിറ്റി കളിക്കണ്ട, അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ്, പോട്ടെ. ഇത് എന്റെ സെർവറാടാ. ഒന്ന് പറഞ്ഞാൽ 2 കേറ്റി വിളിച്ചോണേ അണ്ണാ. നമ്മളങ്ങനെ പിന്നെ കണ്ണാപ്പി മുണ്ടാടുക്ക് പുറത്താക്കും. നമ്മളെ 2 എടുത്തിട്ട് മുണ്ടാടുക്ക്. നമുക്ക് 3 കേൾക്കത്തുള്ള ശബ്ദം ഇല്ല, ഞങ്ങക്ക് കേൾക്കുന്നേ ഇല്ല. എടാ ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് 2-3 ദിവസം ഒരുമിച്ച് വിളിക്കാൻ പറ്റുമോ? വിളിക്കാം. അതൊന്നും സീനില്ല. ഈ മാസം അടുത്ത 3 ആഴ്ചത്തേക്കുള്ള ഒരുമിച്ചാണ് വിളിക്കാൻ ചോദിക്കാം. വിളിച്ചാണ്. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോടാ? ഞാൻ ബേക്കിലിരിക്കട്ടെ. നമുക്കൊന്നും ചന്ദ്രനോട് വരട്ടെ. ശബ്ദം ഒന്ന് പറയണേ ബ്രോ, ബാക്കിയുള്ളവർക്ക് നോയ്സൻസ് ആവും. ഡിസ്റ്റർബ് ആക്കല്ലേ. ഭയങ്കര ശബ്ദമാണ്. ഇല്ലല്ല ഭയങ്കര ശബ്ദമാണ്. അണ്ണൻ കേൾക്കുന്നില്ല. അണ്ണൻ ഈ സൈഡിൽ നിന്ന് ഇരുന്ന് നോക്കി. അണ്ണൻ ഇപ്പുറത്തോട്ടിരുന്നേ. എന്നിട്ട് കേക്കാലോ, സൗണ്ട് കുറച്ചില്ലേ പൊട്ടാ? അത് ശരിയാണല്ലോ. അണ്ണ ഇനി ഇപ്പുറത്തോട്ട് നീ ഒരു കണ്ണാപ്പി എന്നറാ. വേറൊരു കാര്യം ശ്രദ്ധിച്ചോണ്ട. പുള്ളിയുടെ കണ്ണിലോട്ട് ഒക്കെ ഒരു വീങ്ങല്. ആരാ ബാക്കി ഇരിക്കുന്നത് അണ്ണൻ വെച്ച കൂടില്ലേ ഇത്?
ഓടി നടന്ന കുത്തുന്ന കേട്ട് കേട്ടാ. കൊടുത്തു. എന്താ ആ കൂടെ എന്നാലും അവിടെ എന്തിനാ വെച്ചേക്കണം? ഞാനോർത്ത് റിസപ്ഷൻ ടേബിൾ ആയിരിക്കും എന്നത്. ഞാൻ മറ്റേ ഗ്ലാസ് ഒക്കെ ചോദിച്ചു, ഇവിടെ ഇല്ലെന്ന് ജ്യൂസ് ഇല്ലെന്ന് ചോദിച്ചു. വരുന്ന വെൽക്കം ഡ്രിങ്ക് അത് ചോദിച്ചു. അത് ഇതാ ചായ. ചായ അല്ലെങ്കിൽ കള്ള് രണ്ടിൽ ഏതും വന്നു. ശരി ഹറാമാണേ. അത് ശരിയാ, ഉം. കുറച്ച് നല്ലതല്ലേ? എന്ത്? ആദ്യം മന്ദാരം പറഞ്ഞിന് അമിതമായാൽ വിഷമാണ് എന്നാ പറഞ്ഞു. കള്ള് അമിതമായ എല്ലാ വിഷ. ആ ഓക്കെ ഓക്കെ. ഫൈനൽ കോൾ ഫോർ ഫുഡ് തന്നിട്ട് വരുന്നില്ലല്ലോ സാറേ. അയ്യോ എന്ത് പറ്റിയാ? വെള്ളം വന്നില്ലേ? എനിക്ക് ഫുഡ് കൂടെ തരുമോ സാറേ? കിട്ടിയില്ലേ? കിട്ടി കിട്ടി. ഇനി വേണോ സാറേ? ഒരെണ്ണം കിട്ടിയ കൊള്ളായിരുന്നു. ഒട്ടുമില്ല. എന്നാ എന്റെ ഉണ്ട് ഇഷ്ടം പോലെ 85 ഉണ്ട്. ഒരു മിനിറ്റ് സാർ. ഇത്ര തന്നെ ഗ്യാങ്ങിലെ കൊറേ ഉണ്ടല്ലോ. T47 TJ ഒരൊന്നില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ആ വന്നത് ബാക്കിലുണ്ട്. കൊടുത്തു. T47 അല്ലറ പൊട്ട. T47 ഡ്രസ് ഉണ്ട് നമുക്കറിയാം. ഈ സിറ്റിയില് ഗാങ്സിനെ പോലും അറിഞ്ഞുവിടാ നിനക്ക്. സാറേ ഫുഡ് വെള്ളം കിട്ടിയില്ലേ സാറേ? വേറെ കളറല്ല, ഓരോ ഡിസൈൻ ഉണ്ട്. ഹലോ സാറേ, ഓപ്ഷൻ സാറേ ഇതിൽ ഇങ്ങനെ നിക്കുന്നേ സാറേ? ഞാൻ അപ്പുറക്കല്ല. ആ എന്റെ ഫുഡ് മള്ളുണ്ട്, എന്റെ ഫുഡ് മള്ളുണ്ട്. എന്താ മിസ്റ്റർ വാസു, അല്ല പുള്ളിയോട് ഒന്നേ നമ്മുടെ ഒരു ഒഫീഷ്യൽ കാലത്ത് നിൽക്കല്ലേ, സോ ഒന്ന് പ്രോപ്പർലി ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പുറത്താക്കേണ്ടി വരും. ആരെയാണ് സാറേ? കണ്ണാപ്പി ബാക്കിലിരിക്കുന്ന ഞാനോ? ഇനി വാ തുറന്നാ ഇറക്കി വിടുമെന്ന് പറഞ്ഞവരെ. സോറി ക്ഷമിക്കണം സാർ, ഇംഗ്ലീഷ് അറിയില്ല എനിക്ക്, അതാ. മിണ്ടാതിരുന്നാ മതി, സംസാരിക്കരുത്. ഓക്കെ ഓക്കെ. മീറ്റിംഗ് നടക്കുന്നതിന്റെ അടുത്ത് ഒന്ന് ചലവില റേഡിയോ ത്രിബിൾട്ടോ അല്ലേ? മിസ്റ്റർ എക്സ് മറ്റേ സ്കൂളിൽ പ്രിൻസിപ്പൾ ഒക്കെ വരൂലേ? ഓപ്ഷൻ റേഡിയോ കൺഫേം ചെയ്ത് പറയണേ. ഏത് ടെറഫ് വേണോടാ നിനക്ക്? ഫുഡ് തന്നിട്ട് വീഴുന്നില്ലല്ലോ സാറേ? എത്ര കേറ്റല്ലേ വിളിക്കുന്നതിന്റെ ഇരട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് കേറ്റാണ് വിളിച്ചത്. കൺഫേം ചെയ്തിട്ട് പറയാം. ഒന്ന് വിളിച്ചാ 10. ഓപ്ഷൻ റേഡിയോ കൺഫേം ആയില്ലേ? ഈ വിസ്പർ ഇടുന്നത് എങ്ങനെയാ? വിസ്പർ ഇടുന്നത് വിസ്പർ എന്താ? ബാക്കി പോയി നിക്ക് വെയിറ്റ് ആക്ക, ഒരു സാധനം. സാറേ ഫുഡ് തന്നിട്ട് റേഡിയോ 223 ഓക്കെ. റേഡിയോ 223 ആണ്. റേഡിയോ 223 ആണ്. വെള്ളം തരാൻ പറ്റുന്നില്ല, അതെന്താ സംഭവം അറിയത്തില്ല. സോഫ ഇല്ലേ? ഇല്ല ഞാൻ സോഫ ഉണ്ടാന്ന് ക്ഷമിക്കണം സാറേ, സോഫ ഉണ്ടാന്ന് സാറേ. മിസ്റ്റർ സാറേ പേരെന്താ? എന്ത് എച്ച് അല്ല അണ്ണാ, മറ്റേ F11 അല്ല, അത് മാറി മറ്റേ വര പോലെ ഒരു സാധനം ഇല്ലേ? ലെഫ്റ്റ് ഒരു വര പോലെ വരയില്ല. എന്താ കണ്ണാപ്പി എത്ര കാലായി? അവന്റെ ശബ്ദം ഒന്ന് കേട്ടാ ജംഗ്ഷൻ വരെ കേക്കാം. ബ്രോ ഒന്നും മിണ്ടായിരിക്കണേ പ്ലീസ്, ഇവിടെ ഡിസ്റ്റർബൻസ് ആവുന്നത് വേറെ ഗ്യാങ്സിന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യല്ലേ സാർ? സാറേ ഈ സാറല്ലേ ഗ്യാങ്സ് ഷൗട്ട് ഇടുന്നു സാറേ, അവരോട് ഷൗട്ട് കുറയ്ക്കാൻ പറയോ? സാറിന് ഷൗട്ടൊന്നും ആദ്യം കുറയ്ക്കോ? ഞാൻ ഷൗട്ടാ? ഷൗട്ടാണോ മുച്ചിരി? നീ ഷൗട്ടാ. ആ കുറഞ്ഞു സാർ. താങ്ക് യു സാർ, താങ്ക് യു. ദിലിൻ എന്താ ഞാൻ അടിച്ചത്? ഫോമൊക്കെ ഫില്ല് ചെയ്ത പോലെ എഴുതി. ദിലിൻ ദിനേശ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ പോയാ ചേട്ടാ ഞാൻ റേഡിയോയില്. വിളിക്കല്ലേ സാറേ?
നിനക്കൊക്കെ ഒരു ബേസിക് ഡെക്കോർ ഉണ്ടോടാ നിനക്കൊക്കെ? എണ്ണ ചങ്ക് വരുന്ന എന്റെ അളിയത് പെട്ടത് വിളിച്ചേ. ഇന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്യാങ്ങിന്റെ ഒരു റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്ന് ഇരിക്കുവല്ലേടാ. ശരിയാ ശരിയാ. ഇങ്ങൊരു നമ്മളെ അച്ഛനെ കണ്ടാൽ പോലും നമ്മള് സാറിന് വിളിക്കേണ്ട അവസ്ഥയാണിത്. അതങ്ങനെ തന്നെയല്ലേ വരൂ. ഹലോ ടോക്കിയോ, പേരെന്താ? ഹലോ, ഫ്രണ്ട് ഇരിക്കുന്ന ഏത് ഗ്യാങ്ങാ? ഹലോ, എന്ത് സാംസ? ഏതാ വിളിക്കുന്നത് നിങ്ങള്? ലെമിനിയോന് വന്നിട്ട് എന്റെ നെമിനിയോൻ കിട്ടിയില്ല. എന്താ പ്ലാൻ? കിട്ടിയില്ലെങ്കിൽ ഉള്ളത് ഡിഫെൻഡ് ചെയ്യും. നിങ്ങക്ക് ഏത് ടർഫാ ഇപ്പൊ ഉള്ളത്? വിളിച്ചോ? സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. അവരുടെ ടർഫെങ്കിലും ഉണ്ട്. എന്താണ് കിട്ടിയില്ലെങ്കിൽ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളെന്ത് പറയും? കിട്ടിയില്ലല്ലേ വാറ് വിളിക്കുന്നു. കണ്ണില് സൂപ്പാ. 22,846 പോയിന്റ്. കഴിഞ്ഞ വട്ടമൊക്കെ എന്തോരം പോയിന്റ് ഉണ്ടായിരുന്നല്ലേ. ഒരു കാർഡ് 100 പോയിന്റ് അല്ലേ? എടാ മറ്റേ സംഭവം ചോദിക്കട്ടോ. ഒരു കാർഡ് 100 പോയിന്റ് അല്ലേ? അപ്പൊ 28 കാർഡല്ലേ ടോട്ടല്? 28 വരെ വിളിക്കാം മാക്സിമം. എന്ത് ചെയ്യാനെന്ന് പറയടാ. 28 കാർഡേ ഉള്ളടാ നമ്മുടെ കയ്യില്. 225. കഴിഞ്ഞ വട്ടമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നടാ. 225. കഴിഞ്ഞ വട്ടമൊക്കെ ഒരുപാട് കാർഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്. ഞാനുണ്ട്. പാസ്വേഡ് എന്ത്? പാസ്വേഡ് 225. 225 ആണോ? 225 ആണ്. 223 അല്ലേ? 223 സാർ 223 കുറെ പേരുണ്ട്. 223 ആണോ? ഓക്കെ ശരി. സസ്പെൻഷൻ ആകുമ്പോ റീസെറ്റ് ആവുന്നു. 70 കാർഡാണ് ലാസ്റ്റ് എടുത്തത്. സത്യം. അതെ. നമ്മള് ലാസ്റ്റ് 70 കാർഡിനാണ് നമ്മൾ വിളിച്ചത്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ചന്ദ്രനെ ഒന്ന് വിളിച്ചോട്ടെ ഗൈസ്. ഞാൻ ഇവന്റെ ഇറസ്പോൺസിബിലിറ്റി നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാവേ. അവന്റെ മാസൊക്കെ കണ്ടോണ്ട നമ്മുടെ കട്ടോണ്ട് ഇവന്റെ ഇറസ്പോൺസിബിലിറ്റി ഞാൻ ഇന്ന് കേൾപ്പിച്ചു തരാവേ. ബോധമില്ലാതെ എവിടെയെങ്കിലും കിടക്കുമായിരിക്കും. Sir, how much time? Over. The start. Thank you. Information. എന്താ എടുത്ത പോലില്ല, കോൾ എടുത്ത പോലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇഡിയറ്റിനെയാണ് നമ്മൾ കോൾ ലീഡർ ആക്കി വെച്ചേക്കുന്നത്. ജന്മനാ കിട്ടിയതാണേ. താങ്ക് യു ഇൻഫർമേഷൻ. ഇടക്കത്തെ വാക്കുകളൊന്നും ഇല്ല, എവിടൊക്കെയോ അറിയാം. കണ്ണാ പേര് പരിചയമില്ലാത്ത പോലെ. സാത്താൻ users gang name and original name use ചെയ്യണേ. ഒറിജിനൽ നെയിമോ? ചന്ദ്രനാണ് വന്നിട്ട് കളഞ്ഞത്. സത്യം മുച്ചിറിയൊക്കെ കോ ലീഡർ ആക്കണം. സത്യം. പക്ഷെ മുച്ചിറിയുടെ ഒരു സ്വാഗ് വെച്ചിട്ട് ഞാൻ ലീഡർ സ്ഥാനം ഒഴിഞ്ഞ് ഞാൻ കോ ലീഡറിലേക്ക് പോകണം. എന്നിട്ട് മുച്ചിറിയെ ലീഡർ ആക്കണം. എന്നാലേ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇപ്പൊ ഇൻ കേസ് നമുക്ക് മണി ഡ്രഫ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് വിളിക്കണം? കേവിയുടെ കയ്യിൽ ഏതാ ഉള്ളത്? കേവിയുടെ കയ്യിലുള്ളത് ഏതാ? കേവിയുടെ കയ്യിൽ ഏതാ ഉള്ളത്? റാഞ്ചോ ആണോ? കേവിയുടെ ഡേവിസ് അല്ലേ? കേവിയുടെ ഡേവിസ്. കേവി ഡേവിസ്. ഓ ഓക്കെ. ഡേവിസ് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും വിളിക്കാൻ നോക്കാം. ഈപ്പം ബ്രോയുടെ ബർത്ത്ഡേ ആണോ? 6 ഇതൊന്നും ഞാൻ ഒരിക്കലും സിറ്റിക്കകത്ത് വിഷയമില്ല. അങ്ങേരൊക്കെ മനുഷ്യനാണ്. അങ്ങേരൊക്കെ
ഇതൊക്കെ അങ്ങേരൊക്കെ ഇപ്പൊ SRR കോളറത്ത് നമുക്ക് സംസാരിക്കാൻ തോന്നുമെങ്കിൽ അത് അങ്ങേരത്തൊക്കെയാണ് മനസ്സിലായേ. ഹലോ സാറേ. സാറേ ഇപ്പൊ പുള്ളി ഫോണിൽ തന്നെ തള്ളക്കളി ഇത്രയൊക്കെ പറഞ്ഞു. പിടിച്ചോണ്ടാ കൊടൊന്ന് മാറ്റാൻ പറയണേ. മുച്ചിരി കൊടയെന്ന് മാറ്റി. ഹലോ സാർ. എടാ ഡേവേ, ഹലോ. ഓക്കെ, എത്ര ഉണ്ട് ടോട്ടല്? കണക്കൂട്ടിയാ 10 ഉണ്ടോ? ഒന്ന് എണീപ്പിക്കാവോ? കൊടൊന്ന് മാറ്റാൻ പറയണേ. കൊടൊന്ന് മാറ്റണേ. കൊട മാറ്റണേ. സിറ്റിക്കാതെ കാണാം. ഞങ്ങൾ ടർഫ് വിളിച്ചോണ്ടിരിക്കുക. സാർ ചൂടാണേ ഭയങ്കര. ഓക്കെ സെറ്റ്. ഓക്കെ രാത്രിയും ചൂടാണോ സാർ? ഫോണും പറ. സാറിന് രാത്രി ഞങ്ങക്ക് രാവിലെ. ഈവൻ ദോ നമ്മൾ SRR TV ഒക്കെ ഭയങ്കര റിവലറിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഗൈസ് പുള്ളിയൊക്കെ റിയൽ ലൈഫിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു. മനസ്സിലായ ആ ഒരു റെസ്പെക്ട് ഉണ്ട് എനിക്ക് പുള്ളിയുടെ അടുത്തൊക്കെ. മുച്ചിറി തമാശ അല്ലേ? ഇനി കൊടയം വടിയെടുത്താ ഞാൻ എടുത്ത് കളയും. ഞങ്ങക്കില്ലേ ചൂടെടുക്കുന്ന, ഞങ്ങക്ക് വെയില് രാത്രി അല്ല അതാ. ചൂടെടുക്കുമ്പോ കൊട പിടിക്കും. എന്നെ എടുക്കൂല. വായിലുള്ള സ്പൈഡർ മാറ്റണേ. ടോട്ടൽ KVA ഡേയ്സ് ആൻഡ് ചേംബർ KVA 2 റഫ് ഉണ്ടോ? KVAക്ക് 2 റഫ് ഉണ്ടോ ഇവിടെ? ഹലോ കേക്കാവോ? ഹലോ ഇപ്പൊ എല്ലാരും കേക്കാവോ? സാർ കേക്കാം. ഇപ്പൊ എല്ലാം കേക്കാവോ? യൂസർ 13 റേഡിയോ യൂസർ 13. 70 സാർ നെയിം ഗ്യാങ് നെയിമും ഇട്ടോളൂ സാർ. ഞാനാ മുമ്പ് ഹലോ ആർക്കെങ്കിലും കേക്കാവോ? പറയടാ. വിളിക്കുന്നതിന്റെ ഇരട്ടി ഏറ്റു വിളിച്ചോണം. ഒന്ന് വിളിച്ചാ 10 ആ റേഞ്ച് വിളി. മറ്റവന്മാർക്കൊന്ന് ടർഫ് എന്തോന്ന് പോലും അറിഞ്ഞൂടെന്ന് തോന്നട്ടാ. മുച്ചിറി TVയോ? എടാ മുച്ചിറി ട്യൂ മാറ്റ്. എന്തൊക്കെയാ ഇത് ഇടുന്നത്? ശരി തിരിച്ചിടറാ TVയെ മുച്ചിറി. യൂസർ 25 എങ്ങനെയാലും മാറ്റുന്നേ. എന്തൊക്കെ ദൂരാലേ ഗ്യാങ് ഡ്രസ്സില്ലാത്ത ഗ്യാങ്ങാ. ഹലോ. ഇമോഷണൽ സപ്പോർട്ട് അല്ല, ഇമോഷണൽ ഡാമേജ്. അത് സത്യമല്ലേ? സത്യമല്ലേ? ഇവന്മാരെ കൊണ്ടുവന്നത് എനിക്ക് ഇമോഷണൽ ഡാമേജ് ആണ്. എന്താ ലുക്ക് സാറിനെ കാണാൻ. കേക്കാം.